അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഭാര്യ അതൊരു പ്രതീകമാണ്. സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സമാധാനത്തിൻ്റെ. ജീവിത പ്രാരാബ്ധങ്ങളുടെ പിറകെ ഓടിക്കിതച്ച് കുടിലടയും നേരം സ്നേഹം വിളമ്പി പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്ന സ്നേഹനിധിയായ സഹധർമ്മിണിയെ കാണുമ്പോൾ ഏത് മനസ്സാണ് കുളിരണിയാതിരിക്കുക സഹോദരങ്ങളെ? ഈ ലോകത്തെ ഏറ്റവും ഉത്തമമായ സമ്പത്ത് സദൂർത്തയായ ഭാര്യയത്രേ. രാപ്പകൽ ഭേദമന്യേ ലാഭേച്ഛകളില്ലാതെ കുടുംബത്തിനായി ഭാരം പേറുന്നവളാണ് ഭാര്യ. കരിയിലും പുകയിലും ശ്വാസം മുട്ടി വാളിത്തളരുമ്പോഴും കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് നോക്കാതെ ദുരിതം താങ്ങുന്നവൾ നല്ലൊരു നാളെയുടെ സ്വപ്നങ്ങളാണ് ആ മനസ്സിൽ ചിറക് വിടർത്തുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും നഷ്ടസ്വപ്നങ്ങളെ തഴുകിത്തലോടി കണ്ണീർ പൊഴിക്കാൻ വിധിക്കപ്പെടുകയാണെന്ന് ഇവരിൽ പലരും. ഏറെ ത്യാഗം ചെയ്ത് വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങളൊരുക്കി ഭർത്താവിൻ്റെയും മക്കളുടെയും മുമ്പിൽ നിരത്തി വെച്ച് ആ കണ്ണുകളിലേക്ക് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഭാര്യ. നന്നായിട്ടുണ്ടെന്ന ഒരൊറ്റ വാക്ക് മതി. അനുഭവിച്ച ത്യാഗങ്ങളെല്ലാം അലിഞ്ഞില്ലാതെ അവൻ. പക്ഷേ നേരാവണ്ണം മുഖത്ത് നോക്കിയെന്ന് പുഞ്ചിരിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ കുറ്റപ്പെടുത്തലിൻ്റെ ഭാണ്ഡങ്ങളഴിക്കുന്ന ഭർത്താവിൻ്റെ അവഗണനയിൽ മനംനൊന്ത് 4 ചുവരുകൾക്കുള്ളിൽ വേദന കടിച്ചിറക്കി കഴിയാൻ വിധിക്കപ്പെട്ടവരാണ് അവരിൽ പലരും. സ്വന്തം ഭർത്താവിൽ നിന്ന് സ്നേഹത്തോടെയുള്ളൊരു വാക്കും നോക്കും അവളുടെ ജീവിതത്തിൽ അതിനേക്കാൾ അമൂല്യമായി ഈ ലോകത്ത് മറ്റൊന്നും ഉണ്ടാവണമെന്നില്ല. കൂടെയുണ്ടാകുമ്പോൾ ഒന്ന് പരിഗണിക്കാൻ പോലും മറന്നു പോകുമ്പോൾ അവസാനം ചലനമറ്റു തണുത്തെറിഞ്ഞു കിടക്കുന്ന തൻ്റെ ഭാര്യയുടെ നെറ്റിത്തടത്തിൽ മുഖം അമർത്തി വിതുമ്പുന്നത് കൊണ്ട് എന്ത് കാര്യം സഹോദരങ്ങളെ? ജീവിതകാലത്ത് ചേർത്ത് പിടിക്കുക സ്നേഹത്തോടെ, കരുണയോടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഉത്തമൻ ഭാര്യ മക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരാകുന്നു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, വിശ്വാസിയായ ഒരു പുരുഷനും വിശ്വാസിനിയായ തൻ്റെ ഭാര്യയെ വെറുക്കരുത്. കാരണം ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം അവളിലുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഗുണം അവളിലുണ്ടാകും. ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ വസതിയിൽ ഒരാൾ വന്നു. തൻ്റെ ഭാര്യയുടെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ച് ആവലാതി ബോധിപ്പിക്കാനായിരുന്നു. പക്ഷേ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ അമ്പരപ്പിച്ചു. ഖലീഫയെ തൻ്റെ ഭാര്യ ചീത്ത പറയുന്നു. അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് ഖലീഫ അയാളെ വിളിച്ചു വന്ന കാര്യം ചോദിച്ചു. അയാൾ പറഞ്ഞു, ഖലീഫ, ഞാൻ വന്നത് എൻ്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയാനായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അങ്ങയുടെ ഭാര്യ അങ്ങയെ ചീത്ത വിളിക്കുന്നു. പിന്നെ ഞാൻ എന്ത് പറയാൻ? ഖലീഫയുടെ പ്രതികരണം, സഹോദര, എൻ്റെ ഭാര്യയോട് എനിക്ക് വലിയ കടപ്പാടുകളുണ്ട്. അവളെനിക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു, എൻ്റെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നു, എൻ്റെ മക്കളെ മുലയൂട്ടുന്നു. ഇതൊന്നും അവർക്ക് നിർബന്ധമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെല്ലാം ഞാൻ സഹിക്കുന്നു. ഇത് കേട്ട ആഗതൻ പറഞ്ഞു, ഇതെല്ലാം എൻ്റെ ഭാര്യയും ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.